നിങ്ങൾ ചിലപ്പോൾ കേട്ടിട്ട് പോലും ഇല്ലാത്ത ഒരു ചെറിയ ടൗൺ ഉണ്ട്. ഒരു വലിയ നാഷണൽ ഫോറസ്റ്റിന്റെ നടുക്കാണത്. എനിക്ക് അവിടെ ജോലി കിട്ടിയപ്പോ ഞാൻ വിചാരിച്ചു എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഗ്രേറ്റ് പ്ലേസ് അതെന്ന്. പക്ഷെ അവിടെയുള്ള ആളുകളെ കാണാതാവുന്ന കഥകൾ കേൾക്കുന്നവരെ മാത്രമേ എനിക്ക് ആ സന്തോഷം ഉണ്ടായുള്ളൂ. ഒരുപാട് പേര് അവിടെ നിന്ന് മിസ്സിംഗ് ആയിട്ടുണ്ട്. അതുകൊണ്ട് ആ കാട്ടിക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. എനിക്ക് പണ്ടേ ഒരു പോലീസ് ഓഫീസർ ആവാനായിരുന്നു ആഗ്രഹം. എൻ്റെ അച്ഛൻ ഒരു ഒഹായോ സ്റ്റേറ്റ് ട്രൂപ്പർ ആയിരുന്നു. സത്യം പറഞ്ഞാൽ അച്ഛൻ അക്കാദമിയിൽ ജോയിൻ ചെയ്ത അതേ ദിവസമാണ് ഞാൻ ജനിച്ചത്. ലോ എൻഫോഴ്സ്മെന്റ് അച്ഛന്റെ ലൈഫ് തന്നെയാണെങ്കിലും ഞാൻ ആ ഫീൽഡിലേക്ക് വരുന്നത് അച്ഛൻ അത്ര ഇഷ്ടമല്ലായിരുന്നു. എനിക്കൊരു സ്വന്തം ലൈഫ് വേണമെന്നാണ് അച്ഛൻ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ശരിയാണെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. കാരണം എൻ്റെ കുട്ടിക്കാലത്തൊന്നും അച്ഛന് എനിക്ക് സമയം ചെലവഴിക്കാനൊന്നും കിട്ടിയിട്ടേ ഇല്ല. പുള്ളി എപ്പോഴും ഓരോ വർക്കിന്റെ തിരക്കിലായിരിക്കും. എനിക്ക് 23 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഡേറ്റൺ പോലീസ് അക്കാദമിയിൽ വർക്ക് ചെയ്യുന്നത്. അന്ന് ഞാൻ സിംഗിൾ ആയിരുന്നു. എനിക്ക് പേഴ്സണൽ ലൈഫ് എന്ന് പറയാൻ വലിയ കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അക്കാദമിയിൽ എനിക്ക് നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. 6 മാസത്തിന് ശേഷം ഗ്രാജുവേഷൻ കഴിഞ്ഞപ്പോൾ എനിക്ക് ഡേറ്റൺ ഏരിയയിൽ തന്നെ പോസ്റ്റിംഗ് കിട്ടുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷെ എന്നെ സ്റ്റേറ്റിന്റെ മറ്റേ അറ്റത്തുള്ള പെറി കൗണ്ടിയിലേക്കാണ് അയച്ചത്. അത് കേട്ട് ഞാൻ ശരിക്കും ഞെട്ടി. റെൻഡ്വില്ലെ എന്ന് പറയുന്ന ഒരു ചെറിയ ടൗണിലായിരുന്നു എൻ്റെ അപ്പോയിൻമെന്റ്. വെയിൻ നാഷണൽ ഫോറസ്റ്റിന്റെ കൃത്യം നടുവിലാണ് ഈ സ്ഥലം. എൻ്റെ ഈ പ്രായവും എക്സ്പീരിയൻസ് കുറവും കൊണ്ടായിരിക്കണം എന്നെ ഈ അധികം പോപ്പുലേഷൻ ഇല്ലാത്ത ഒരു സ്ഥലത്തേക്ക് വിട്ടത്. അവിടെ ആകെ ഒരു 50ഓളം ആളുകളേ ഉള്ളൂ. അവരെല്ലാവരും ഭയങ്കര കൈൻഡ് ആയിരുന്നു. പരസ്പരം സഹായിച്ചു കഴിയുന്ന ഒരു ശാന്തമായ സ്ഥലമായിരുന്നു അത്. ഞാൻ അവിടെ ചെന്ന ആദ്യം ദിവസം തന്നെ ഇവരൊരു ടൗൺ വൈഡ് പോട്ട്ലക്ക് ഡിന്നർ വരെ നടത്തി. അവിടെ വെച്ചാണ് ഞാൻ ഷെരീഫ് ബെയ്ലി ആദ്യമായിട്ട് കാണുന്നത്. പുള്ളി പണ്ട് ആ ഏരിയയിൽ ഒരു പാർക്ക് റേഞ്ചർ ആയിട്ടായിരുന്നു ഡ്യൂട്ടി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്ക് ഇപ്പോൾ ഒരു 70 വയസ്സായിട്ടുണ്ടാവും. പക്ഷെ എന്നാലും ഇപ്പോഴും ഭയങ്കര ആവേശമുള്ള ഒരു പാർക്ക് റേഞ്ചറെ പോലെ തന്നെയാണ് ആൾക്കുണ്ടായിരുന്ന ആ ഒരു വൈബ്. ഒരു പോലീസ് ഓഫീസർ എന്നതിലുപരി അവിടെ വരുന്ന ടൂറിസ്റ്റ് ആൾക്കാർക്ക് ഓരോ സ്ഥലങ്ങൾ കാണിച്ചു കൊടുക്കാനും പരിചയപ്പെടുത്തി കൊടുക്കാനായിരുന്നു ആൾക്ക് കൂടുതൽ ഇഷ്ടം. സത്യം പറഞ്ഞാൽ അവിടെ ക്രൈം ഒന്നും നടക്കാറില്ല. പുള്ളി എന്നോട് പറഞ്ഞത് ലോകത്തിലെ ഏറ്റവും എളുപ്പമുള്ള ജോലി ഇതാണെന്ന്. ഈ ടൗണിന്റെ ഹിസ്റ്ററിനെ കുറിച്ചൊക്കെ പുള്ളി എനിക്ക് ചെറിയൊരു ക്ലാസ് എടുത്തു തന്നു. ഒരു നാഷണൽ ഫോറസ്റ്റിന് നടുക്ക് തന്നെ ഒരു ചെറിയ ടൗൺ എന്ന് കേട്ടപ്പോൾ എനിക്ക് ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു. പുള്ളി പറഞ്ഞതനുസരിച്ച് 1850s തുടങ്ങിയ ടൗൺ ആണിത്. പക്ഷേ ഈ വെയിൻ നാഷണൽ ഫോറസ്റ്റ് ഒഫീഷ്യൽ ആയിട്ട് വരുന്നത് 1992-ലാണ്. അവിടെ വിസിറ്റ് ചെയ്യുന്ന മിക്കവരും ആ ടൗണിൽ നിന്നും മാറി നിൽക്കാനാണ് നോക്കാറ്. അതുകൊണ്ട് തന്നെ ആ ടൗൺ കുറച്ചൊക്കെ ഐസൊലേറ്റഡാ. നാട്ടുകാരായുള്ള മീറ്റിങ്ങിന് ശേഷം ഞാൻ സ്റ്റേഷനിൽ പോയി അവിടുത്തെ റെക്കോർഡൊക്കെ ചെക്ക് ചെയ്യാൻ തുടങ്ങി. കഴിഞ്ഞ 15 വർഷത്തിനിടയിൽ അവിടെ ഒരു പാർക്കിംഗ് ടിക്കറ്റ് പോലും ഫയൽ ചെയ്തിട്ടില്ല എന്ന് കണ്ടപ്പോൾ എനിക്ക് അത്ഭുതമായി. ടൗണിന്റെ മാപ്പ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി അവിടെയുള്ളവർ കൂടുതലും ക്യാബിനുകളിലും ചെറിയ വീടുകളിലും മൊബൈൽ ഹോമുകളിലൊക്കെയാണ് താമസിക്കുന്നത്. $1 ജനറൽ, 2 എക്സോൺ ഗ്യാസ് സ്റ്റേഷൻസ്, പിന്നെ ഒരു ചർച്ച്. ആ ചർച്ച് തന്നെയാണ് അവിടുത്തെ പ്രീ സ്കൂളും കിൻഡർ ഗാർഡനും. ആകെ 3 ഓഫീസർമാരെ അവിടെ ഉള്ളൂ. പാർക്ക് റേഞ്ചറുടെ ഓഫീസിൽ നിന്നാണ് ഞാൻ വർക്ക് ചെയ്യേണ്ടത്. 6 മാസം അവിടെ തന്നെയാണ് എൻ്റെ താമസം. സത്യം പറഞ്ഞാൽ ഈ പോസ്റ്റിംഗ് ഒരു വെക്കേഷൻ പോലെ എൻജോയ് ചെയ്യാമെന്ന് ഞാൻ കരുതിയത്. അധികം പണിയൊന്നും ഇല്ലാത്ത ഒരു സമാധാനമുള്ള ഒരു ടൗൺ. പക്ഷെ എൻ്റെ ആ പ്രതീക്ഷ പെട്ടെന്ന് തന്നെ അവസാനിച്ചു. എൻ്റെ ലൈഫിലെ ഏറ്റവും ഡാർക്കസ്റ്റ് ആയിട്ടുള്ള സമയമായിരുന്നു അത്. നത്തേലി ബ്രയർവുഡ് എന്ന പെൺകുട്ടിയുടെ മിസ്സിങ്ങിന് ശേഷമാണ് ആ പേടി സ്വപ്നം തുടങ്ങിയത്. വൈകുന്നേരം 5:30-നാണ് സ്റ്റേഷനിൽ ആ കോള് വരുന്നത്. നത്തേലി രാവിലെ ഹൈക്കിങ്ങിന് പോയിട്ട് തിരിച്ചു വന്നില്ലെന്ന് പറഞ്ഞ് അവളുടെ അമ്മയാണ് വിളിച്ചത്. ലഞ്ചിന് വീട്ടിലെത്തേണ്ടതായിരുന്നു അവള്, പക്ഷെ വന്നില്ല. നത്തേലിക്ക് ആ ഏരിയ ഒക്കെ നന്നായി അറിയാവുന്നതാ. എങ്കിലും ഈ കാടിനുള്ളിൽ പെട്ടെന്ന് വഴി തെറ്റി പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് അവര് ഹെൽപ്പ് ചോദിച്ചു. നത്തേലിയുടെ വീടിന് ഒരു 1/4 മൈൽ അകലെയുള്ള ഫോറസ്റ്റ് ഏരിയയിൽ നിന്നാണ് ഞാൻ സെർച്ച് തുടങ്ങിയത്. ഒരു 20 മിനിറ്റോളം മരങ്ങൾക്കിടയിലൂടെ നടന്ന് അവളുടെ പേരൊക്കെ വിളിച്ചെങ്കിലും മറുപടി ഒന്നും ഉണ്ടായില്ല. ഞാൻ ഡയറക്ഷൻ മാറ്റി നോർത്ത് ഈസ്റ്റ് ഭാഗത്തേക്ക് പോകാൻ നിൽക്കുമ്പോഴാണ് മുന്നിലെവിടെ ഒരു ചെറിയ ഉണങ്ങിയ മരക്കൊമ്പൊടിയുന്ന ശബ്ദം കേട്ടെ. നത്തേലി എന്ന് വിളിച്ച് ഞാൻ അങ്ങോട്ട് ചെന്നു. പക്ഷെ അവിടെ കംപ്ലീറ്റ് സൈലൻസ് ആയിരുന്നു. അവളുടെ ശബ്ദം മാത്രമല്ല അവിടെ മിസ്സിംഗ് എന്ന് എനിക്ക് പെട്ടെന്ന് തോന്നി. ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. കാട്ടിൽ പക്ഷികൾ കരയുന്നില്ല, പ്രാണികളുടെ ശബ്ദമില്ല, ആകെ നിശബ്ദത. എൻ്റെ ബൂട്ട്സ് തട്ടി കരിയലകൾ അനങ്ങുന്ന ശബ്ദമല്ലാതെ അവിടെ വേറെ ഒന്നും കേൾക്കാനില്ലായിരുന്നു. അതുമാത്രമല്ല, ആ സ്ഥലം ഒരു സൗണ്ട് ഡെപ്രിവേഷൻ ചേംബർ പോലെ, ഈ ശബ്ദമൊന്നും പുറത്തു പോകാത്തൊരു മുറി പോലെയായിരുന്നു. ഞാൻ വീണ്ടും ഉറക്കെ വിളിച്ചപ്പോൾ എൻ്റെ ശബ്ദം എങ്ങും എത്താതെ അവിടെ തന്നെ തങ്ങി നിൽക്കുമായിരുന്നു. അതൊരു വല്ലാത്ത ഫീലിംഗ് ആയിരുന്നു. അപ്പോഴാണ് ഞാൻ കേട്ടത്, നത്താലി.
എൻ്റെ ശബ്ദത്തിൽ ആരോ ആ പേര് വിളിക്കുന്നു. അത് കേട്ട് ഞാൻ അവിടെ തടഞ്ഞു നിന്നുപോയി. പക്ഷെ അതെൻ്റെ വായിൽ നിന്നല്ല വന്നത്. നേരത്തെ ആ ഒരു കമ്പൊടിയുന്ന ശബ്ദം കേട്ട എൻ്റെ തൊട്ടു മുന്നിലെ വഴിയിൽ നിന്നായിരുന്നു അത് വന്നത്. ഹലോ, ആരാ അവിടെ? ഞാൻ ചോദിച്ചു. ഹലോ. ആ ശബ്ദം എന്നെ മിമിക്രി കാണിക്കുന്നത് പോലെ തിരിച്ചു ചോദിച്ചു. ഇത്തവണ അതെൻ്റെ പിന്നിൽ നിന്നാ വന്നത്. ആരാ അവിടെ? അത് വീണ്ടും ചോദിച്ചു. ഇത്തവണ എൻ്റെ വലതുവശത്ത് നിന്നു. ഇതാരോ എന്നെ ട്രാപ്പ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ചെയ്തതാണെന്ന് കരുതി ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ സർവീസ് പിസ്റ്റൾ കയ്യിലെടുത്തു. ആ വല്ലാത്ത നിശബ്ദത കാരണം എൻ്റെ പേടി കൂടി വന്നു. എൻ്റെ നെഞ്ചിടിപ്പ് എനിക്ക് തന്നെ കേൾക്കാമായിരുന്നു. പെട്ടെന്നൊരു വലിയ മരക്കൂട്ടത്തിന് പിന്നിൽ നിന്ന് ഒരു വലിയ വീഴ്ചയുടെ ശബ്ദം കേട്ടു. അത് കേട്ട് ഞാൻ അങ്ങോട്ട് തിരിഞ്ഞു. നിശബ്ദമായ ആ കാട്ടിലൂടെ ഞാൻ വളരെ സൂക്ഷ്മമായി അങ്ങോട്ട് നടന്നു. അവിടെ ഒരു ജോഡി വെള്ള ടെന്നീസ് ഷൂ കണ്ടപ്പോഴാണ് ആ വിചിത്രമായ ശബ്ദങ്ങളെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ നിന്നും മാറിയത്. പോലീസ് അക്കാദമിയിൽ പഠിക്കുമ്പോൾ അപകടങ്ങളുടെയും ഷൂട്ട് ഔട്ടുകളുടെയും ഒക്കെ ബോഡി ക്യാം വീഡിയോസ് ഒരുപാട് കാണാറുണ്ട്. ഒരു 100-ലധികം ശവങ്ങൾ പല അവസ്ഥയിൽ ഞാൻ കണ്ടിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ മരണത്തെയും അവിടുത്തെ സീനുകളെയൊക്കെ എനിക്ക് പേടിയില്ലാത്ത പോലെയായിരുന്നു. പക്ഷേ ഇതിപ്പോൾ അങ്ങനെയല്ല. ഇത് എനിക്ക് പേഴ്സണലി ബാധിക്കുന്ന കാര്യമാണ്. കുറച്ച് മുമ്പാണ് ഞാൻ അവളുടെ പാരൻസിനെ കണ്ട് എല്ലാം ശരിയാവുമെന്ന് ഉറപ്പ് കൊടുത്തത്. അവൾ അവിടെ മണ്ണിൽ വീണ് കിടക്കുകയാണ്. ചുറ്റും ചെറിയ മരച്ചില്ലകളും. അവൾ മരത്തിൽ നിന്ന് വീണപ്പോൾ ബോധം പോയതാകുമെന്ന് ഞാൻ എന്നെ തന്നെ വിശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ ഞാൻ അവളുടെ പൾസ് നോക്കിയപ്പോൾ ബോഡി നല്ല തണുത്ത് വിറങ്ങലിച്ചിരിക്കുകയായിരുന്നു. ആ റിയാലിറ്റി എന്നെ ശരിക്കും തളർത്തി കളഞ്ഞു. അവളുടെ ശരീരത്തിൽ മുറിവുകളോ പോറലോ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറച്ചകലെയായി പൊട്ടിയ ഒരു മരച്ചിലുണ്ടായിരുന്നു. എനിക്ക് മനസ്സിലാകാത്ത ഒരു കാര്യം ഇതായിരുന്നു. ഞാൻ കേട്ട ആ വീഴ്ചയുടെ ശബ്ദം അവളുടേതാണെങ്കിൽ ബോഡി ഇത്ര പെട്ടെന്ന് ഡീകോമ്പോസ് ആവില്ലല്ലോ. പിന്നെ അവൾ എന്തിനായിരിക്കും മരത്തിൽ കയറിയത്? വഴി തെറ്റിപ്പോയപ്പോൾ ലൊക്കേഷൻ മനസ്സിലാക്കാൻ വേണ്ടി ആയിരിക്കുമോ? എൻ്റെ ലൈഫിൽ ഞാൻ ചെയ്ത ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം ഈ കുട്ടിയുടെ ഫാമിലിയുടെ അടുത്ത് പോയി അവരുടെ മകളുടെ മരണം അറിയിക്കുക എന്നതായിരുന്നു. ആ വാർത്ത കേട്ടപ്പോൾ അവളുടെ അമ്മ ഉണ്ടാക്കിയ ആ ശബ്ദം എനിക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. അതിനെ കരച്ചിലെന്നൊന്നും വിളിക്കാൻ പറ്റില്ല. ജീവിതകാലം മുഴുവൻ അനുഭവിക്കുന്ന വേദന ഒന്നിച്ച് പുറത്തു വരുന്ന ഒരു ഓരിയിടൽ പോലെയായിരുന്നു അത്. അവളുടെ അച്ഛനാണെങ്കിൽ ഒന്നും വിശ്വസിക്കാനാവാതെ അവിടെ തരിച്ചു നിന്നുപോയി. നത്താലിയുടെ മരണത്തെക്കുറിച്ച് ഒഹായോ സ്റ്റേറ്റ് പോലീസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തി. പോസ്റ്റ്മോർട്ടത്തിനായി ബോഡി മൺറോ മെഡിക്കൽ സെന്ററിലേക്ക് മാറ്റി. മരത്തിൽ നിന്ന് വീണപ്പോൾ ഉണ്ടായ ബ്ലണ്ട് ഫോഴ്സ് ട്രോമയാണ് മരണകാരണമെന്ന് അവർ കണ്ടെത്തി. മരത്തിൽ നിന്ന് വീണപ്പോൾ ഒരു മരത്തിന്റെ വേര് വയറ്റിൽ തറച്ചതാണ് കാരണമെന്നായിരുന്നു റിപ്പോർട്ട്. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതൊരു അപകട മരണമായി അവർ ക്ലോസ് ചെയ്തു. സത്യം പറഞ്ഞാൽ ഞാൻ ഫയൽ ചെയ്ത റിപ്പോർട്ടിൽ ആ വിചിത്രമായ ശബ്ദങ്ങളെക്കുറിച്ച് ഒന്നും എഴുതിയിരുന്നില്ല. അന്ന് ഞാൻ കരുതിയത് എൻ്റെ പേടി കാരണം തോന്നിയതായിരിക്കുമെന്ന്. പക്ഷെ അത് ശരിയായിരുന്നെങ്കിൽ എന്ന് ഞാനിപ്പോൾ ആഗ്രഹിക്കുന്നു. അവിടെ ഉണ്ടായിരുന്ന മൗണ്ട് കാൽവറി ചർച്ചിലായിരുന്നു ശവസംസ്കാരം. ടൗണിലെ എല്ലാവരും തന്നെ അവിടെ വന്നിട്ടുണ്ടായിരുന്നു. പ്രായമായവർ മരിക്കുമ്പോൾ നമുക്കത് അംഗീകരിക്കാൻ എളുപ്പമായിരിക്കും. പക്ഷെ ഇതങ്ങനെയല്ല. ജീവിച്ചു തുടങ്ങുന്നതിന് മുമ്പ് ഒരാളുടെ ലൈഫ് ഇല്ലാതാവുമ്പോൾ നമുക്കത് സഹിക്കാൻ പറ്റില്ല. എനിക്ക് അവൾ നേരിട്ട് അറിയില്ലായിരുന്നിട്ട് പോലും അവൾക്ക് ഇനി ഇതൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് ഓർത്തപ്പോൾ എൻ്റെ കണ്ണു നിറഞ്ഞു. എല്ലാവരും പോയി കഴിഞ്ഞിട്ടും ഞാൻ അവിടെ തന്നെ നിന്നു. ഫാമിലി ഫ്രണ്ട്സും മറ്റും കല്ലറയ്ക്ക് അരികെ നിന്നപ്പോൾ ഞാൻ സെമിത്തേരിയുടെ ഒരു മൂലയിൽ മാറി നിന്നു. എൻ്റെ മുഖം കാണുന്നത് ആ കുടുംബത്തിന് കൂടുതൽ സങ്കടം ഉണ്ടാക്കുമെന്ന് എനിക്ക് തോന്നി. കാരണം അവരുടെ ലൈഫിലെ ഏറ്റവും മോശ വാർത്ത കൊടുത്തത് ഞാനാണല്ലോ. എല്ലാവരും പോയി തുടങ്ങിയപ്പോൾ കല്ലറയുടെ മറ്റേ അറ്റത്ത് ഒരാൾ നിൽക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചു. അത് മിസ്റ്റർ ഷാൻറ്റോ ആയിരുന്നു. ആ ടൗണിലെ ഏക നേറ്റീവ് അമേരിക്കൻ. പുള്ളി ശരിക്കും റൺവില്ലയിലല്ല താമസം. ടൗൺ അതിർത്തി കഴിഞ്ഞ് 5 മൈൽ അകലെയുള്ള ഒരു ചെറിയ ക്യാമ്പിലാണ്. അവിടെ ബാക്കിയുണ്ടായിരുന്നത് ഞങ്ങൾ 2 പേരും മാത്രമായിരുന്നു. പുള്ളി എന്നെ അടുത്തേക്ക് വരാൻ ആംഗ്യം കാണിച്ചപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. മിസ്റ്റർ ഷാൻറ്റയുടെ അടുത്തേക്ക് ഞാൻ നടന്നപ്പോൾ ചുറ്റും ഒന്ന് നോക്കി. ആരെങ്കിലും നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി. നമുക്ക് സംസാരിക്കണം ഡെപ്യൂട്ടി. ശരി, എന്തിനെക്കുറിച്ചാണ്? ഞാൻ ചോദിച്ചു. അപ്പോഴാണ് ശവപ്പെട്ടിക്ക് മുകളിൽ മണ്ണ് മൂടാൻ വേണ്ടി 2 ആളുകൾ വരുന്നത് പുള്ളി കണ്ടത്. ഇവിടെ വെച്ചല്ല. പുള്ളി ആകെ നെർവസായി പറഞ്ഞു. അതാ നത്തേലി പെൺകുട്ടിയെക്കുറിച്ചാണ്. നീ തന്നെയല്ലേ അവളെ കണ്ടുപിടിച്ചത്? ഇത് കേട്ടതും ഞാൻ എൻ്റെ പോലീസുകാരൻ്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി.
സോറി മിസ്റ്റർ ശാന്ത, എനിക്ക് ഈ കേസിനെ കുറിച്ച് സംസാരിക്കാൻ പെർമിഷൻ ഇല്ല. കാട്ടിനുള്ളിൽ വെച്ച് നീ നിന്റെ സ്വന്തം ശബ്ദം കേട്ടല്ലേ? പുള്ളി പെട്ടെന്ന് ആ ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ടതും ഞാൻ അവിടെ തറഞ്ഞു നിന്നുപോയി. ഞാൻ തിരിഞ്ഞ് പുള്ളിയെ നോക്കിയപ്പോൾ എൻ്റെ മുഖത്ത് എക്സ്പ്രഷനിൽ നിന്ന് പുള്ളിക്ക് ഉത്തരം കിട്ടിയിട്ടുണ്ടാവും. അയാൾക്കിതെങ്ങനെ അറിയാമെന്ന് ഞാൻ ചോദിക്കാൻ വരുമായിരുന്നു. പക്ഷെ അയാൾ എന്നെ തടഞ്ഞു. ഇവിടെ വെച്ചല്ല. സൂര്യൻ അസ്തമിക്കാൻ തുടങ്ങിയ നേരത്താണ് ഞങ്ങൾ പള്ളിയുടെ ക്യാബിനിലെത്തിയത്. കാടിൻ്റെ ഉൾഭാഗത്തേക്ക് വെട്ടിയിട്ട ഒരു മൺപാതയുടെ അറ്റത്ത് ആരുമില്ലാത്തൊരു സ്ഥലത്തായിരുന്നു ആ ചെറിയ വീട്. നമ്മൾ സംസാരിക്കാൻ പോകുന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ആ സ്ഥലം എനിക്ക് വല്ലാത്തൊരു പേടിയുണ്ടാക്കി. ഒറ്റയ്ക്ക് താമസിക്കുന്ന ഒരാളുടെ വീട് എങ്ങനെയായിരിക്കുമോ അതുപോലെ തന്നെയായിരുന്നു ഉള്ളിലും. ഒറ്റ റൂം മാത്രം, ഒരു മൂലയിൽ ഒരു ബെഡ്, അതിൻ്റെ ഓപ്പോസിറ്റായി ചെറിയ കിച്ചൺ, മുൻവശത്ത് ഒരു ലിവിംഗ് റൂം. അവിടെയുള്ള 2 റോക്കിംഗ് ചെയറിൽ ഒന്നിലിരിക്കാൻ പുള്ളി എന്നോട് പറഞ്ഞു. പുള്ളി അടുപ്പിൽ കുറച്ച് വിറകുകളിട്ടു. വർഷങ്ങൾക്ക് മുമ്പ് പുള്ളി പറഞ്ഞ കാര്യങ്ങൾ എനിക്ക് ഓർമ്മയുള്ളത് വെച്ച് ഞാൻ ചുരുക്കി പറയാം. പുള്ളി എനിക്കൊരു പഴയ ഷോണി ലെജൻഡ് പറഞ്ഞു തന്നു. പണ്ട് ഒഹായോയിൽ ഈ ട്രൈബ് താമസം തുടങ്ങിയ കാലത്തെ കഥയാണ്. യൂറോപ്യന്മാർ അമേരിക്കയിൽ എത്തുന്നതിനും 500 വർഷങ്ങൾക്ക് മുമ്പ് ആകാശത്ത് നിന്ന് ഒരു നക്ഷത്രം താഴേക്ക് വീഴുന്നത് അവർ കണ്ടത്രേ. അത് കാരണം വലിയൊരു തീപിടുത്തം ഉണ്ടാവുകയും മൃഗങ്ങളെല്ലാം ചാവുകയും ചെയ്തു. പക്ഷെ മരങ്ങൾക്ക് മാത്രം ഒന്നും പറ്റിയില്ല. ആ കാട് ഒരു പുണ്യസ്ഥലമാണെന്നും അവിടെ സമാധാനമായി ജീവിക്കാമെന്നും അവരാദ്യം വിശ്വസിച്ചു. പക്ഷെ അവരുടെ ഒരു ഗ്രൂപ്പ് കാടിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ അവർക്ക് ഭീകരമായ ചില അനുഭവങ്ങളുണ്ടായി. കാടിനുള്ളിൽ അവരെപ്പോലെ തന്നെയുള്ള നിഴലുകളെ കണ്ടു. മരങ്ങൾക്കിടയിൽ നിന്ന് അവരുടെ സ്വന്തം ശബ്ദത്തിൽ ആരോ സംസാരിക്കുന്നത് അവർ കേട്ടു. അത് അവരുടെ പൂർവികരുടെ ആത്മാക്കളാണെന്ന് അവർ തെറ്റിദ്ധരിച്ചു. തങ്ങളെ ആരും കണ്ടുപിടിക്കാത്ത രീതിയിൽ ആ കാടിനുള്ളിൽ താമസിക്കാൻ ഈ ശബ്ദങ്ങൾ അവരെ ക്ഷണിച്ചു. പക്ഷെ ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു. അവർക്ക് അവിടെ സേഫായി കഴിയണമെങ്കിൽ ഒരു വലിയ വില കൊടുക്കണം. ഓരോ തലമുറയിലും ഒരാളെ കാടിന് ബലിയായി കൊടുക്കണം. ആ ഗോത്രത്തലവൻ അത് സമ്മതിക്കാതിരുന്നപ്പോൾ ഒരൊറ്റ രാത്രി കൊണ്ട് പകുതിയിലധികം പേരെ കാട് വിഴുങ്ങിക്കളഞ്ഞു. രക്ഷപ്പെട്ടവര് അവിടെ നിന്ന് ഓടിപ്പോവുകയും ആ കാടിനെ പിശാചുക്കൾ ശപിച്ചതാണെന്ന് പറയുകയും ചെയ്തു. ആദ്യം കേട്ടപ്പോൾ എനിക്കിതൊരു വെറും അന്ധവിശ്വാസ കഥയായിട്ടാണ് തോന്നിയത്. പക്ഷെ പുള്ളി അത് പറഞ്ഞു വന്നപ്പോൾ എനിക്ക് ആകെ ഒരു പേടി തോന്നി തുടങ്ങി. കഥ കഴിഞ്ഞപ്പോൾ ഞാൻ അതിൽ കുറച്ച് കുറവുകൾ കണ്ടുപിടിക്കാൻ നോക്കി. ഇതൊക്കെ സത്യമാണെങ്കിൽ നാട്ടുകാരറിയാതെ റെൻഡ്വില്ല എന്ന ടൗണ് എങ്ങനെ അവിടെ ഉണ്ടായെന്ന്, പുള്ളി തന്നെ എന്തിനാണ് അവിടെ താമസിക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. പഴയ കഥ ആവുമ്പോൾ കാലങ്ങൾ കഴിയുന്തോറും അതിൽ മാറ്റങ്ങൾ വരുമെന്ന് പുള്ളി സമ്മതിച്ചു. പക്ഷെ പുള്ളി ഒരു കാര്യം എടുത്തു പറഞ്ഞു. ഈ കാട് റെൻഡ്വില്ലയിൽ മാത്രം ഒതുങ്ങുന്ന ഒന്നല്ല, അത് വളരെ വലുതാ. എന്നിട്ട് പുള്ളി തൻ്റെ ബെഡിനടിയിലുള്ള പെട്ടിയിൽ നിന്ന് പൊടി പിടിച്ച ഒരു ബൈൻഡർ എടുത്തു തന്നു. അതിൽ 1800-കൾ മുതലുള്ള പഴയ ന്യൂസ് പേപ്പർ കട്ടിങ്ങുകൾ ഉണ്ടായിരുന്നു. വെയിൻ നാഷണൽ ഫോറസ്റ്റിൽ വെച്ച് കാണാതാവുകയോ മരിച്ച നിലയിൽ കണ്ടെത്തുകയോ ചെയ്ത കുട്ടികളുടെയും മുതിർന്നവരുടെയും വാർത്തകളായിരുന്നു അത്. പുള്ളി പറഞ്ഞതുപോലെ തന്നെ ഓരോ 30-40 വർഷം കൂടുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ നടന്നിട്ടുള്ളത്. കാടിനെ വിശക്കുമ്പോൾ അത് അതിൻ്റെ ഇരയെ കണ്ടെത്തും. പുള്ളി വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞു. ഇതൊന്നും വേറെ ആർക്കും അറിയില്ലേ? ഞാൻ ചോദിച്ചു. ഇല്ല, നിന്റെ പൂർവികർ ഇവിടെ വരുന്നതിന് എത്രയോ മുമ്പ് എൻ്റെ ആളുകൾ ഇവിടെ നിന്ന് പോയതാ. എൻ്റെ ഫാമിലി ഒരു 100 വർഷം മുമ്പാണ് ഇങ്ങോട്ട് തിരിച്ചു വന്നത്. പക്ഷേ ഇതുവരെ ആരും എന്നോട് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ആരോടും പറയേണ്ടിയും വന്നിട്ടില്ല. എന്തിനാണ് എന്നോട് ഇത് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞ മറുപടി ഇതായിരുന്നു. ഞാൻ ഈ നാട്ടുകാരനല്ല, പുറത്തുനിന്ന് വന്ന ആളാണ്. പുള്ളിയുടെ അഭിപ്രായത്തിൽ ഒരു സ്ഥലത്ത് തന്നെ ജനിച്ച് വളരുമ്പോൾ ചുറ്റും നടക്കുന്ന വിചിത്രമായ കാര്യങ്ങൾ നമുക്ക് നോർമലായി തോന്നി തുടങ്ങും. നമുക്കതിലൊരു പുതുമയോ പേടിയോ തോന്നില്ല. പുള്ളി പറഞ്ഞത് ഇതായിരുന്നു. വർഷങ്ങളായി അവിടെ താമസിക്കുന്നവർക്ക് ഇതൊക്കെ നോർമലായി മാറിയിട്ടുണ്ടാവും. പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുമ്പോൾ മാത്രമേ ഇത്രയും കാലം അവിടെ ഒളിഞ്ഞു കിടന്ന ആ ഭീകരത പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇത് കേട്ടപ്പോഴാണ് കാടിനുള്ളിൽ എനിക്കുണ്ടായ അനുഭവത്തെക്കുറിച്ച് ഞാൻ ശരിക്കും ആലോചിച്ച് തുടങ്ങിയത്. നത്താലിയുടെ ബോഡി കാണുന്നതിന് തൊട്ട് മുമ്പുള്ള ആ നിമിഷം എൻ്റെ മനസ്സിലേക്ക് വന്നു. ആ കാട്ടിലെ വല്ലാത്ത ഒരു നിശബ്ദത. കൂടുതൽ ആലോചിച്ചപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ അവിടെ ചാർജ് എടുത്തത് മുതൽ ഇതുവരെ ഒരു പ്രാണിയുടെ ശബ്ദം പോലും ഞാൻ കേട്ടിട്ടില്ല. പാർക്ക് റേഞ്ചർ ഓഫീസിൽ പോലും ഒരു പക്ഷി കരയുന്നത് ഞാൻ കേട്ടിട്ടില്ല. കാട്ടുപന്നിയോ അണ്ണാനോ അങ്ങനെ ഒരു മൃഗത്തെയോ അവിടെ കണ്ടിട്ടില്ല. മരങ്ങൾ ഒഴികെ ബാക്കി ജീവജാലങ്ങളെല്ലാം കത്തി അമർന്നു എന്ന കഥ എൻ്റെ ഓർമ്മയിൽ വന്നു.
ഞാൻ പുള്ളിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ പുള്ളി പതുക്കെ തലയാട്ടി. പുള്ളിയുടെ കണ്ണുകളിൽ എൻ്റെ അതേ പേടി എനിക്ക് കാണാമായിരുന്നു. ആ കഥ സത്യമാണെന്ന് എനിക്കും തോന്നി തുടങ്ങിയത് എന്നെ വല്ലാതെ പേടിപ്പിച്ചു. കാരണം ഇതെല്ലാം ക്രേസി ആയിട്ടുള്ള കാര്യങ്ങളല്ലേ. 40 വർഷം കൂടുമ്പോൾ നാട്ടുകാരെ പിടിച്ചു തിന്നുന്ന മരങ്ങൾ. ഈ കഥ വിശ്വസിക്കാൻ നോക്കുന്ന എന്നെ തന്നെ ഞാൻ ശപിച്ചു. ഇങ്ങനെ ഒരു കഥ പറഞ്ഞ സമയം കളഞ്ഞതിന് മിസ്റ്റർ ഷാൻറ്റയോടാണോ അതോ ഇത് വിശ്വസിക്കാൻ തുടങ്ങിയ എന്നോടാണോ ദേഷ്യം തോന്നേണ്ടത് എന്ന് എനിക്കറിയില്ലായിരുന്നു. ഒരു മോശം സ്വപ്നത്തിൽ നിന്ന് എഴുന്നേറ്റ പോലെ ഞാൻ കണ്ണു തിരിഞ്ഞു. അവിടെ ഒരു നിമിഷം പോലും നിൽക്കാൻ എനിക്ക് തോന്നിയില്ല. പുള്ളിക്ക് നന്ദി പറഞ്ഞ് ഞാൻ ഇറങ്ങി. പുള്ളി എന്നെ വിളിക്കാൻ നോക്കിയെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കിയില്ല. ഇങ്ങനെയൊക്കെ നടക്കുന്ന വിശ്വസിക്കാൻ എനിക്ക് പ്രാന്തില്ല എന്ന് ഞാൻ പുള്ളിയോട് പറഞ്ഞു. നമ്മൾ ജീവിക്കുന്നത് റിയൽ വേൾഡിലാണ്. അവിടെ സാന്താക്ലോസോ ഈസ്റ്റർ ബണ്ണിയോ ഒന്നുമില്ല. പിന്നെ എങ്ങനെയാണ് ആകാശത്ത് നിന്ന് വീണ ഡീമൺസ് കാട്ടിലുണ്ടാവുന്നത്? ഞാൻ കുറച്ച് മോശമായിട്ടാണ് പെരുമാറിയത് എന്ന് എനിക്കറിയാം. പക്ഷേ ഞാൻ ആകെ ദേഷ്യത്തിലായിരുന്നു. ഇത്രയും മണ്ടത്തരായ ഒരു കഥ എനിക്ക് വിശ്വസിക്കാൻ തോന്നി എന്നതായിരുന്നു എൻ്റെ പേടിയും ദേഷ്യവും. സ്റ്റേഷനിലേക്ക് ഡ്രൈവ് ചെയ്യുമ്പോഴും ഈ കഥ തന്നെയായിരുന്നു എൻ്റെ തലയിൽ. എനിക്ക് പേടിയായോ എന്ന് ചോദിച്ചാൽ ആയി. പക്ഷെ നത്താലിയുടെ മരണത്തിൻ്റെ സ്ട്രെസ് കൊണ്ടാവും എന്ന് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിച്ചു. ഓഫീസിലേക്ക് എത്താൻ ഇനി ഒരു 20 മിനിറ്റ് കൂടി മൺപാതയിലൂടെ പോകണമായിരുന്നു. ഞാൻ വണ്ടി സൈഡിൽ ഒതുക്കി നിർത്തി. മിസ്റ്റർ ഷാൻറ്റയോട് ദേഷ്യപ്പെടേണ്ടിയിരുന്നില്ല എന്ന് എനിക്ക് തോന്നി. അടുത്ത തവണ കാണുമ്പോൾ സോറി പറയണമെന്ന് ഞാൻ ഉറപ്പിച്ചു. രാത്രി ഏകദേശം 9:30 ആയിട്ടുണ്ടാവും. അവിടെ ഒരാൾ പോലും ഉണ്ടായിരുന്നില്ല. ഞാൻ വണ്ടിയിൽ നിന്നിറങ്ങി കാട്ടിലേക്ക് നോക്കി നിന്നു. മരത്തിനുള്ളിൽ ഡീമൺസോ? നടക്കുന്നത് തന്നെ. ആ ദേഷ്യത്തിൽ ഞാൻ പോക്കറ്റിൽ നിന്ന് എൻ്റെ കത്തിയെടുത്തു. അടുത്തുള്ള ഒരു വലിയ മരത്തിലേക്ക് നടന്നു. ഒരു കൊച്ചുകുട്ടിയെ പോലെ ഞാൻ ആ മരത്തിൽ എൻ്റെ പേരിൻ്റെ ആദ്യത്തെ അക്ഷരം വെട്ടിവെച്ചു. ഇതൊക്കെ വെറും വട്ട് കാര്യങ്ങളാണ് എന്ന് ഞാൻ പതുക്കെ പിറുപിറുത്തു. അപ്പോൾ കത്തിയുടെ ബ്ലേഡിൽ എന്തോ നനവ് പോലെ തോന്നി. ടോർച്ച് അടിച്ച് നോക്കിയപ്പോൾ ഞാൻ അവിടെ തടഞ്ഞു നിന്നുപോയി. ബ്ലേഡിലുണ്ടായിരുന്നത് മരത്തിൻ്റെ കറയല്ലായിരുന്നു, അത് ബ്ലഡായിരുന്നു. ഞാൻ ടോർച്ച് ആ മരത്തിലേക്ക് അടിച്ചപ്പോൾ കണ്ടത് ഞാൻ വെട്ടി വരച്ച അക്ഷരങ്ങളിൽ നിന്ന് രക്തം ഒലിച്ചിറങ്ങുന്നതാണ്, ഒരു മനുഷ്യൻ്റെ തൊലിയിൽ വരഞ്ഞതുപോലെ. ഇതൊക്കെ വെറും വട്ട് കാര്യങ്ങളാണ്. കാടിൻ്റെ ഉള്ളിൽ നിന്ന് എൻ്റെ അതേ ശബ്ദം ആരോ പറയുന്നത് കേട്ടു. പേടിച്ചിട്ട് എൻ്റെ കയ്യിൽ നിന്ന് കത്തി താഴെ വീണു. കാടിൻ്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് എൻ്റെ സ്വന്തം ശബ്ദം വീണ്ടും കേട്ടു. ഇങ്ങനെയുള്ള കഥയൊക്കെ ആരെങ്കിലും വിശ്വസിക്കുമോ? എൻ്റെ നെഞ്ചെടുപ്പ് കൂടി കൂടി വന്നു. ആ മരങ്ങൾക്കിടയിൽ നിന്ന് എൻ്റെ അതേ ശബ്ദത്തിൽ ഒരു ഭീകരായ ചിരി കേട്ടു. ശപിക്കപ്പെട്ട മരങ്ങളോ? ഇങ്ങനെയൊക്കെ വല്ലോടത്തും നടക്കുമോ? എന്നെ കളിയാക്കുന്ന രീതിയിലുള്ള ആ സംസാരം വരുന്നത് ഞാൻ നേരത്തെ വരച്ച ആ മരത്തിൽ നിന്ന് തന്നെയായിരുന്നു. എനിക്ക് അനങ്ങാൻ പോലും പറ്റിയില്ല. ഇപ്പോഴും അത് ആലോചിക്കുമ്പോൾ ഒരു സിനിമാ കഥ പോലെ തോന്നും. പക്ഷെ അത് സത്യമായിരുന്നു. അതിനുശേഷം നടന്നതാണ് ഏറ്റവും പേടിപ്പെടുത്തുന്ന കാര്യം. ആ മരത്തിന്റെ തൊലി നടുവിൽ നിന്ന് പിളരാൻ തുടങ്ങി. മരത്തിന്റെ ഉള്ളിൽ കണ്ടത് ഒരു തടിയായിരുന്നില്ല, പകരം പിങ്ക് കളറിലുള്ള മാംസമായിരുന്നു. ആ പിളർപ്പിന്റെ സൈഡിലൊക്കെ ആയിട്ട് കറുത്ത നീളത്തിലുള്ള കൂർത്ത പല്ലുകൾ. അത് എനിക്ക് നേരെ ഇങ്ങനെ നീണ്ടു വന്നു. എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് ഞാൻ താഴേക്ക് നോക്കുന്നത്. മണ്ണിന്റെ അടിയിൽ നിന്ന് മരത്തിന്റെ വേരുകള് എൻ്റെ ബൂട്ട്സിൽ ചുറ്റാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എൻ്റെ ബുദ്ധി അപ്പോൾ എങ്ങനെയാണ് പെട്ടെന്ന് പ്രവർത്തിച്ചതെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ റീഫ്ലെക്സ് എന്നെ രക്ഷിച്ചു. ഞാൻ പെട്ടെന്ന് എൻ്റെ പിസ്റ്റൾ എടുത്തിട്ട് മരത്തിന്റെ ആ വായ പോലുള്ള ഭാഗത്തേക്ക് വെടിവെച്ചു. ഓരോ വെടികൊണ്ട് ഏൽക്കുമ്പോഴും ആ മരത്തിന്റെ ഉള്ളിലത്തെ പിങ്ക് മാംസം ഇങ്ങനെ പുറത്തേക്ക് തെറിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ വിയേർഡായ കാര്യം എന്താന്ന് വെച്ചാൽ ആ ഓരോ മാംസ കഷ്ണങ്ങളും തെറിച്ച് മണ്ണിലേക്ക് വീഴുമ്പോൾ അത് പെട്ടെന്ന് മരക്കഷ്ണങ്ങളായിട്ട് മാറുന്നുണ്ടായിരുന്നു. ആ സാധനം ദേഷ്യം കൊണ്ടോ വേദന കൊണ്ടോ വല്ലാതെ നിലവിളിച്ചു. പക്ഷെ ഇത്തവണ അതെന്റെ ശബ്ദമായിരുന്നില്ല. അത് ഈ ഭൂമിയിൽ തന്നെ ഇല്ലാത്ത ഏതോ ഒരു മൃഗത്തിന്റെ ശബ്ദമായിരുന്നു. അത് അതിന്റെ ഭീകരായ വായ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വന്ന് എന്നെ പിടിക്കാൻ നോക്കുന്നുണ്ടായിരുന്നു. ഓരോ തവണയും ആ കറുത്ത പല്ല് ഒരു എട്ടുകാലിയുടെ പല്ലുകള് ഇരയെ പിടിക്കാൻ പോകുന്ന പോലെ എനിക്ക് നേരെ നീണ്ടു വന്നു. അതിന്റെ വലിയ കൊമ്പുകള് എന്നെ അടിച്ചു വീഴ്ത്താൻ വേണ്ടി താഴേക്ക് വന്നു. പക്ഷെ ഭാഗ്യത്തിന് അതിനെന്നെ തൊടാൻ പറ്റുന്ന അത്ര നീളം ഉണ്ടായിരുന്നില്ല. അപ്പോഴാണ് ഞാൻ മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അവിടെയുള്ള ബാക്കിയുള്ള മരങ്ങളും വിയേർഡായിട്ടുള്ള ഒരു രീതിയിൽ അനങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ തോക്കിലുണ്ടായിരുന്ന ബാക്കി ബുള്ളറ്റ്സ് കൂടി ആ മരത്തിന്റെ താഴേക്ക് വെടിവെച്ച് തീർത്തു. ആ തക്കത്തില് മരത്തിന്റെ വേരുകളുടെ ഇടയിൽ നിന്ന് എൻ്റെ കാലൂരിയെടുക്കാൻ എനിക്ക് പറ്റി.
ഞാൻ എൻ്റെ പേര് കൊത്തിയ മരത്തിന് നല്ല പരിക്കേറ്റിട്ടുണ്ടായിരുന്നു എന്ന് എനിക്ക് ഉറപ്പായി. പക്ഷെ അപ്പോഴേക്കും ചുറ്റുമുള്ള മരങ്ങളും പിളരാൻ തുടങ്ങി. ഞാൻ വേഗം കണ്ണ് റീലോഡ് ചെയ്ത് ബാക്കിലേക്ക് വെടിവെച്ചുകൊണ്ട് എൻ്റെ കാറിൻ്റെ അടുത്തേക്ക് ഓടി. കാറിനടുത്തെത്തിയപ്പോൾ ഡ്രൈവർ സീറ്റിന് പുറകിലുള്ള ഷോട്ട് ഗൺ എടുക്കാൻ പോലും ഞാൻ നിന്നില്ല. വേഗം ഞാൻ വണ്ടിക്ക് ചാടിക്കേറി അവിടുന്ന് എത്രയും പെട്ടെന്ന് പറ്റുന്നോ അത്രയും വേഗത്തിൽ ഞാൻ വണ്ടി ഓടിച്ചു പോയി. ആ ആഴ്ച തന്നെ ഞാൻ എൻ്റെ ജോലി റിസൈൻ ചെയ്തു. പിന്നെ ആ ഭാഗത്തേക്ക് ഞാൻ തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇപ്പൊ അത് കഴിഞ്ഞിട്ട് ഒരു 5 വർഷമായി. ഇപ്പൊ ഞാൻ നെവാഡയിലുള്ള ഒരു കസിനോയില് ഗാർഡായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. റെന്റ് വില്ലയിലുള്ള ആ സമയത്ത് വെച്ച് നോക്കുമ്പോൾ ഇത് ഭയങ്കര എളുപ്പമുള്ള ജോലിയാണ്. വിശ്വസിക്കാൻ പ്രയാസമുണ്ടെങ്കിലും ആ സംഭവത്തിന് ശേഷം ഒരുവിധം നോർമലായി പോകാൻ എനിക്ക് പറ്റിയിട്ടുണ്ട്. എങ്കിലും ചില രാത്രികളിൽ പേടി സ്വപ്നം കണ്ട് ഞാൻ വേർത്ത് എഴുന്നേക്കാറുണ്ട്. ആ കാട്ടിൽ ഞാൻ ഇപ്പോഴും പെട്ടുകിടക്കാണെന്നും ആ രാക്ഷസ മരങ്ങൾ എന്നെ തിന്നാൻ വരാണെന്നും. എങ്കിലും ഇപ്പൊ ഞാനത് മാനേജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഞാൻ ഒഹായോയിലേക്ക് പോയിട്ടില്ല, പോവേയില്ല. എന്തിനാണ് ഞാൻ ഇത്രയും ദൂരമുള്ള ഒരു മരുഭൂമിയിലേക്ക് താമസം മാറിയതെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സത്യം പറഞ്ഞാൽ ഉത്തരം സിമ്പിളാ. എന്റെ ബാക്കി ജീവിതത്തില് ഒരിക്കൽ പോലും ഒരു മരത്തിനെ കാണാൻ എനിക്ക് താല്പര്യമില്ല.